ഇവരെ സ്നേഹിക്കുന്ന ദൈവം, അപ്പോഴും ഇവരെ സ്നേഹിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ വലിപ്പം ഞാൻ ഓർത്തപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, ദൈവമേ എന്തൊരു ദൈവമാണ് നീ. ഞാനൊരു ദൈവദാസനാണ്, പക്ഷേ ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന വ്യക്തിയാണ്. ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചു ഈ വന്ന സമയത്ത്. അതൊക്കെ നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ കേൾക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികളിൽ നിന്നും ഒരുപാട് പീഡനം സഹിച്ചു. ആ പീഡനത്തിൻ്റെ ആ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് എന്നെ അവിടെ അവർ നിർത്തിയിരിക്കുന്ന സമയം. ആ നിർത്തിയിരിക്കുന്ന ആ സമയത്താണ് സ്തേഫാനോസിൻ്റെ പ്രാർത്ഥനയും യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയും എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന കർത്താവെന്ന് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ആഴങ്ങളൊക്കെ പിന്നീടാണ് എനിക്ക് വെളിപ്പെട്ടത്, ഞാനിത് വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം യേശുക്രിസ്തുവിനെ അവർ ക്രൂശിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് പാപമൊക്കെ കിടത്തിയല്ലേ, എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞ് കണ്ണ് മറച്ചിരിക്കുന്ന അവസ്ഥയല്ല, ദൈവം കോപിച്ചിരിക്കുന്ന അവസ്ഥയാണ്. സ്തേഫാനോസിനെ അവർ കൊല്ലുമ്പോൾ അയ്യോ പാവത്താനെ കൊല്ലുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സൈഡിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു യേശു, അവൻ്റെ കൂടെ സഹതാപം കാണിക്കാൻ അങ്ങനെയല്ല, കോപത്തോടെയാ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ ശത്രുക്കളെ മുഴുവനായും തകർക്കാൻ വേണ്ടിയാ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെ തീ ഇറക്കണേ ദൈവമേ എന്ന് പറഞ്ഞ് ഈ ശത്രുക്കളെല്ലാം നശിപ്പിക്കുകയല്ല സ്തേഫാനോസും യേശുക്രിസ്തുവും ചെയ്യുന്നത്. അവർ വേറെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാ, അവർ പുതിയ സൃഷ്ടിയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാ. ആ പുതിയ സൃഷ്ടിയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആത്മാവ്. ആ ജയിലർ അവനെ തന്നെ കൊല്ലാനായിട്ട് വാളെടുത്ത് അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ജയിലറിൻ്റെ വിഷമം മനസ്സിലാക്കി, ആ ജയിലറിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ബാക്കിയുള്ളവരോടൊക്കെ ഭൂകമ്പം വന്നു, ദൈവക്രോധം വന്നു, ദൈവം ഇവരൊക്കെ രക്ഷിച്ചു എന്ന് പ്രഖ്യാപിച്ചിട്ട് അവിടുന്ന് പോകാം പൗലോസിനും ശീലാസിനും. എന്നാൽ അതിനു പകരം പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും കഴിയുന്ന പൗലോസ് അവനെ അടിച്ച് ഉപദ്രവിച്ച് ഒതുക്കി ആ സൈഡിലിട്ടിരിക്കുന്ന വിലങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ആ അവസ്ഥയിലും അവനെ ഉപദ്രവിച്ച ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുകയാണ്, അവനോട് സഹതപിക്കുകയാണ്, അവനോട് സ്നേഹം കാണിക്കുകയാണ്. എല്ലാവരോടും പറഞ്ഞു നോ പോകരുത്. എന്നിട്ട് ഇവരോട് പറയാണ് ഞങ്ങൾ ആരും പോയിട്ടില്ല, നീ നിന്നെ തന്നെ ഉപദ്രവിക്കരുത്, ഡോണ്ട് ഹേർട്ട് യുവർ സെൽഫ്, വി ഹാവ് നോട്ട് ഫ്ലെഡ്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇതിൽ ചിലപ്പോൾ കൊലപാതക കുറ്റത്തിന് കിടക്കുന്നവരും ജീവപര്യന്തം കിടക്കേണ്ടി വരുന്നവരും ചിലപ്പോൾ എന്താ പറയുക മരണശിക്ഷ അനുഭവിക്കാൻ പോകുന്നവരൊക്കെ കാണും. അങ്ങനെയുള്ളവർ വരെ അവിടെ നിന്നു പൗലോസിൻ്റെ വാക്ക് കേട്ടിട്ട്. അവർക്ക് രക്ഷപ്പെടാനുള്ള, അവരുടെ ജീവനും കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. പക്ഷേ പൗലോസ് പറഞ്ഞ വാക്ക് കേട്ട് അവരൊക്കെ നിന്നു. ആ ജയിലർ അന്ന് ആത്മഹത്യ ചെയ്യേണ്ടതാണ്. അവൻ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? അവൻ്റെ കുടുംബത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കൈസറിൻ്റെ ക്രോധം വരും. ഇവരൊക്കെ രക്ഷപ്പെട്ടു. ജയിലർ അവിടെ ചെന്നിട്ട് അയ്യോ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ അവനെ തൂക്കിക്കൊല്ലും എന്ന് മാത്രമല്ല, അവൻ്റെ കുടുംബത്തിന് പിന്നെ ഇവൻ മൂലം കിട്ടാനുള്ള ഗ്രാൻറ്റും കാര്യങ്ങളും പെൻഷനും ഒന്നും കിട്ടൂല. അതുകൊണ്ടാണ് അവനെ തന്നെ കൊല്ലാനായിട്ട് നോക്കുന്നത്. ആ സമയത്ത് പൗലോസ് പറയാണ് നോ, നീ ചെയ്യരുത്. ഈ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് അന്ന് ആ കാരാഗ്രഹ പ്രമാണി കീഴടങ്ങിയത്. അല്ലാതെ നിങ്ങളൊക്കെ ചിന്തിക്കുന്ന പോലെ ഒരു ഭൂകമ്പം കണ്ടപ്പോഴത്തേക്കും കാരാഗ്രഹ പ്രമാണി അങ്ങ് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചു. ഭൂകമ്പം കൊണ്ടല്ല, ദൈവത്തിൻ്റെ ദാസൻ കാണിച്ച ആ സ്നേഹം. അതുകൊണ്ടാണ് ആ സ്നേഹത്തിന് മുമ്പിലേ വലിയ വലിയ ആളുകൾ കീഴ്പ്പെടുള്ളൂ. പൈസ കാണിച്ചാൽ നമ്മുടെ പാവങ്ങളൊക്കെ ചിലപ്പോൾ വിശ്വസിച്ചെന്നിരിക്കും. പക്ഷെ അംബാനി, അദാനി, മസ്കൊക്കെ വിശ്വസിക്കണമെങ്കിൽ പൈസ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ദൈവത്തിൻ്റെ സ്നേഹം. വലിയ വലിയ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഈ ദൈവത്തിൻ്റെ കരുണയും ദയയും മനസ്സിലാക്കി ദൈവത്തിന് മുമ്പാകെ കീഴ്പ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടണം. ആ ദൈവത്തിൻ്റെ സ്നേഹം ദൈവദാസൻ്റെ അകത്ത് വെളിപ്പെട്ടു. ദൈവദാസൻ അവരോട് പറയാണ് നോ, ഡോണ്ട് ഗോ, ഡോണ്ട് ഗോ. അവൻ്റെ ശക്തി അവൻ ത്യജിക്കുകയാണ്. അവൻ ശക്തിമാനാണെന്ന് സ്ഥാപിക്കാനായിരുന്നെങ്കിൽ പൗലോസിന് ദാവീദിനെ പോലെ ആ ജയിലറിനെ വാളെടുത്തിട്ട് ആ ജയിലറിനെ അവിടെ തന്നെ വെട്ടാമായിരുന്നു, എന്നിട്ട് അവൻ്റെ തലയും കൊണ്ട് പോകാമായിരുന്നു, ഇല്ലേ? യഹൂദന്മാരാണെങ്കിൽ അതല്ലേ ചെയ്യുള്ളൂ. പക്ഷെ പണ്ട് വാളെടുത്ത് ജയിച്ച പൗലോസ്
ഇപ്പോൾ സ്നേഹമാകുന്ന വാളുകൊണ്ടാണ് പ്രഹരണം നടത്തുന്നത്, ഹൃദയമാകുന്ന പലകമേലാണ് നടത്തുന്നത്. അവിടെ അന്ന് ആ ഒരു നിമിഷത്തിൽ ആ ജയിലറിൻ്റെ മനസ്സ് മാറി. അവന് ഹൃദയപരിച്ഛേദന ഉണ്ടായി. എൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ അവൻ കീഴടങ്ങി, മുട്ടുമടക്കി അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ഐ ഡു? നിങ്ങളൊരു രക്ഷയുടെ മാർഗമാണ് പറയുന്നത്. ഓൾറെഡി അവൻ്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ, പിന്നെ ഏത് രക്ഷയുടെ കാര്യം ഇവൻ പറയുന്നത്? ഇവൻ അറിയാം, ഇവൻ കേട്ടിട്ടുണ്ട്, ഏതോ ഒരു രക്ഷയുടെ മാർഗവും ദൈവത്തിൻ്റെ മാർഗവും ഒക്കെയാണ് ഈ ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിനാണ് ഇവരെ ഇപ്പോൾ ജയിലിലിട്ടിരിക്കുന്നത്. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവൻ ചോദിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും, ഈ മുഴുവൻ കുടുംബവും, ജയിലർ യജമാനനാണ്, അവൻ്റെ ഭാര്യയുണ്ട്, അവൻ്റെ മക്കളുണ്ട്, അവൻ്റെ ദാസന്മാരുണ്ട്, ദാസിമാരുണ്ട്. ഫിലിപ്പിയ സഭയിൽ അങ്ങനെ ഒരു അവസ്ഥയാണ്. ആ പറയുന്ന ഫിലിപ്പിയ സഭയിൽ, ആ ഫിലിപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് ആ വലിയൊരു പ്രമാണിയായിരിക്കുന്ന ആ ജയിലറിൻ്റെ വലിയൊരു കുടുംബം രക്ഷിക്കപ്പെടും. ഒരൊറ്റ പ്രസംഗം, ഒരൊറ്റ സെൻറ്റൻസിലുള്ള പ്രസംഗം ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വായിൽ കൊടുത്തു. അവൻ പറഞ്ഞു. പൗലോസ് പിന്നീട് വന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അവരെല്ലാവരും കർത്താവിനെ അറിഞ്ഞു. ഏത് കൈകൊണ്ടാണോ പൗലോസിനെ തല്ലിയത് അതേ കൈകൊണ്ട് തന്നെ ആ ജയിലർ അവനെ തലോടുകയാണ്. അവൻ്റെ അകത്തുള്ള ആത്മാവ് ഇപ്പോൾ മാറി. നേരത്തെ ദുരാത്മാവായിരുന്നു, ഇപ്പോൾ പരിശുദ്ധാത്മാവ്. അപ്പോൾ അതേ ആത്മാവ്, അതേ മനുഷ്യനാണ്, പക്ഷെ ഇത് പുതിയ മനുഷ്യനാണ്, അല്ലേ? പുതിയ സ്വഭാവമുള്ള വ്യക്തിയാണ്, പുതിയ സൃഷ്ടിയാണ്. പഴയ സൃഷ്ടിയൊക്കെ കഴിഞ്ഞുപോയി. ജയിലർ സ്നാനപ്പെട്ടില്ലേ? ജയിലറുടെ കുടുംബം സ്നാനപ്പെട്ടില്ലേ? അവനിപ്പോൾ ആ മണവാട്ടിയായി മാറിയിരിക്കുക. കറ, ചുളുക്കം, മാലിന്യമൊന്നും ഇല്ലാത്ത ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ മണവാട്ടി. അവനും അവൻ്റെ കുടുംബവും മുഴുവനായിട്ടും ഇപ്പോൾ പൗലോസിനെയും ശീലാസിനെയും ആരെയാണ് ഇവരെ അടിച്ച് ഒതുക്കി ആ ജയിലറയിൽ അടച്ചിട്ടത്? അവരെ ശുശ്രൂഷിക്കുക. ഞാൻ പറയട്ടെ, ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് പറയാണ്, അതുപോലെയാണ് ദൈവം തൻ്റെ സഭയെ സ്നേഹിക്കുന്നത്. ദൈവം തിരഞ്ഞ് രക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൈവം അതുപോലെയാണ് ദൈവം ഇറങ്ങി വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സ്തെഫാനോസ് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ദൈവം അവനെ ഉപേക്ഷിച്ചു, ഈ പൗലോസൊക്കെ അവനെ കല്ലെറിഞ്ഞിട്ട് കൊല്ലുമായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അന്ന് പൗലോസും ഒരു കാര്യം മനസ്സിലാക്കി. യേശു ക്രിസ്തു അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് വെച്ചാൽ ദൈവം കോപിച്ചിരിക്കുകയാണ് എന്നാണ് സ്തെഫാനോസ് പറയുന്നത്. എങ്കിലും സ്തെഫാനോസ് പ്രാർത്ഥിക്കുന്നു ഈ പൗലോസിന് അടക്കമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഒരു പക്ഷേ പൗലോസിന് അത് കൊണ്ടു കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ പൗലോസിന് സ്തെഫാനോസിനേക്കാളും നന്നായിട്ട് ഈ വേദപുസ്തകം അറിയാം. പൗലോസിന് അപ്പോഴേ മനസ്സിലായി കാണും, യേശു ക്രിസ്തു പിതാവിൻ്റെ ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതായി ഞാൻ കാണുന്നു, അവൻ്റെ മുഖം പ്രകാശിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പൗലോസിന് ആ സമയത്ത് തന്നെ മനസ്സിലായി കാണും, ഇവൻ എന്തോ ഒരു ദർശനം കണ്ടിരിക്കുകയാണ്. മാത്രമല്ല ദൈവം, കർത്താവ് എന്നിവൻ വിളിക്കുന്ന വ്യക്തി എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കോപത്തെയാണ് കാണിക്കുന്നത്. ദൈവം ക്രോധത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചിലപ്പോൾ ഈ പൗലോസും കൂടെ തട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ആ സമയത്ത് അവന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു സ്നേഹം സ്തെഫാനോസ് കാണിക്കുകയാണ്. പിന്നെ പൗലോസ് ആ ഫിലിപ്പിയിലുള്ള കാരാഗൃഹ പ്രമാണിയോട് ആ സ്നേഹം കാണിക്കാതിരിക്കുമോ? പൗലോസ് ഈ സ്നേഹം അനുഭവിച്ചതല്ലേ. അതുകൊണ്ട് പൗലോസ് അവനും ആ സ്നേഹം കാണിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. പൗലോസ് അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വീണ്ടും ഇതുപോലെയുള്ള ആളുകളെയൊക്കെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ട് സിറിയയിലേക്ക് പോവാണ്. ആ സമയത്ത് ദമസ്കോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. ആ സ്ഥലത്തേക്ക് എത്താറായപ്പോൾ ഒരു വലിയ പ്രകാശം അവൻ്റെ മുമ്പിൽ പ്രകാശിച്ചു. ചില ആളുകൾ പറയാറുണ്ട് പൗലോസ് ഒരു പക്ഷേ ദൈവത്തിൻ്റെ വെളിച്ചത്തിന് വേണ്ടി ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവും. എഹെസ്കേലിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അതൊക്കെ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ദൈവത്തിൻ്റെ സാന്നിധ്യം മടങ്ങി വരണം എന്നതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനകളാണല്ലോ ഈ യഹൂദന്മാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ഈ ഒരു ദർശനം അവൻ്റെ മുമ്പിൽ ഫ്ലാഷ് ചെയ്തത്. പക്ഷേ എൻ്റെ ബലമായ തിരിച്ചറിവ് എന്താണെന്ന് വെച്ചാൽ, ദൈവം കോപിച്ച് നിൽക്കുന്നു, ദൈവം പൗലോസ് അടക്കമുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ പോകുന്നു എന്ന് കണ്ടുകൊണ്ട് ഈ പൗലോസിനോടും അവിടെയുള്ള ആൾക്കാരോടും ഒക്കെ സ്തെഫാനോസ് കരുണ കാണിക്കുകയാണ്. സ്തെഫാനോസ്
വേറെ ഒരു ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് പൗലോസിന് അപ്പം തന്നെ മനസ്സിലായി. സ്തെഫാനോസ് പറയാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണം. പഴയ നിയമത്തിലെ പ്രവാചകനായിരുന്നു സ്തെഫാനോസ് എങ്കിൽ ഏലിയാവിനെ പോലെ തീ ഇറക്കി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വെന്തെരിഞ്ഞ് തീർന്നനെ. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് പകരം അവർക്ക് വേണ്ടി സ്തെഫാനോസ് ഇടിവി നിൽക്കുകയാണ്. തിരിച്ചറിവുള്ള പ്രവചന ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ള പൗലോസിന് അത് അവൻ്റെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണല്ലോ അപ്പോസ്തല പ്രവൃത്തിയിൽ അത് വളരെ കാര്യമായിട്ട് ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് എഴുതേണ്ട കാര്യമില്ല. അതിൻ്റെ എഫക്റ്റാണ് പൗലോസ് പിന്നെ ആ പോകുന്ന സമയത്ത് പൗലോസിൻ്റെ മുഖത്തോട്ട് ആ പ്രകാശം അടിക്കുകയാണ്. അവൻ ആ കഴുതക്കുട്ടിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണിട്ട് അവൻ നോക്കുകയാണ്. ഒന്നും കാണാൻ മേല. പക്ഷെ അവനറിയാം ഒരു പുരുഷൻ, ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തിയോട് അവൻ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ പറയാണ്, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ആ കർത്താവിനെ കുറിച്ച് സങ്കീർത്തനം 110 ദാവീദ് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ കാര്യമാണ് സ്തെഫാനോസ് അവിടെ നിന്ന് വിളിച്ചു കൂവുന്നത്, കണ്ടുകൊണ്ട് വിളിച്ചു കൂവുന്നത്. ആ കാര്യം ഈ ദൈവവചനം നന്നായിട്ട് അറിയുന്ന പൗലോസിന് ഉടനെ കത്തി കാണും. പൗലോസിനറിയാം സങ്കീർത്തനം 110 അതിൻ്റെ 1-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഒരു മെഷിയാനിക് സങ്കീർത്തനമാണ്. മെഷിയായെക്കുറിച്ച്, ഇവർ കാത്തിരിക്കുന്ന മെഷിയായെക്കുറിച്ച് ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ആ മെഷിയായെക്കുറിച്ചുള്ള സങ്കീർത്തനം എന്താണ്? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠത്താക്കുവോളം എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് നമുക്കറിയാം യഹോവയായ ദൈവം. എൻ്റെ കർത്താവ് എന്ന് ദാവീദ് വിളിക്കുന്ന ആരെയാണ്? മെഷിയാണ് വിളിക്കുന്നത്. കർത്താവിന് തത്തുല്യനായ മെഷിഹ. ആ മെഷിഹയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ആ കർത്താവിനോട് ഈ കർത്താവ്, ദൈവമാകുന്ന കർത്താവ്, മെഷിയാകുന്ന കർത്താവിനോട് പറയുകയാണ്, നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. എന്തിന്? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠത്താക്കുള്ളൂ എന്ന് വെച്ചാൽ ദൈവം പോരാട്ടത്തിലാണ്, ദൈവം യുദ്ധത്തിലാണ്. ദൈവത്തിൻ്റെ ശത്രുക്കളെ സംഹരിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ആ സംഹാരം നടക്കുന്ന സമയത്ത് നീ ഇവിടെ ഇരിക്കാനാണ് പറയുന്നത്. ആ സങ്കീർത്തനം കാണുകയാണ് ആര്? സ്തെഫാനോസ്. അത് കാണുന്ന സമയത്ത് അവൻ കാണുന്നത് ഈ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടാണ്, അല്ല ഇരിക്കുന്നതായിട്ടല്ല. എന്ന് പറഞ്ഞാൽ ആ ക്രോധം അത്രയ്ക്ക് അങ്ങോട്ടുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് എന്നാണ് സ്തെഫാനോസ് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇവർക്ക് വേണ്ടി ഇഴിവിൽ നിന്നിട്ട് ദാനിയേലിനെ പോലെ, രമ്യാവിനെ പോലെ, മോശയെ പോലെ സ്തെഫാനോസ് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ആ യാത്രയിൽ ആ എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവിനെ തന്നെയാണ് കാണുന്നത്. ദൈവക്രോധം ബാക്കിയുള്ളവരുടെ മേലെ അന്ന് വന്നില്ല, പക്ഷെ ഈ പൗലോസിൻ്റെ മേലെ വന്നിരിക്കുകയാണ്. അവന് നല്ല പണി കിട്ടിയ കഴുതക്കുട്ടീനെ കൊടുത്ത് താഴെ വീണു. ഇതേമാതിരി ദൈവത്തിൻ്റെ ക്രോധം നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ബിലിയാം. നമുക്കറിയാം ബിലിയാമിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് നിൽക്കുകയാണ്, പക്ഷെ ബിലിയാമിന് മനസ്സിലാവുന്നില്ല. കഴുതക്കുട്ടി കണ്ടു, പക്ഷേ ബിലിയാമിന് മനസ്സിലാവുന്നില്ല. ദൈവത്തിൻ്റെ ക്രോധം പൗലോസിന് നേരെ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു ഞാൻ. ആ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന വ്യക്തി ആരാണ്? ദി അനോയിന്റഡ് വൺ, ക്രിസ്തു മെഷിയ. അപ്പോൾ പൗലോസ് സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ട ചോദ്യം എന്താണ്? ഞാൻ എന്തെങ്കിലും യേശു ക്രിസ്തുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ക്രിസ്തുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടുണ്ട്? ദൈവസഭയിലെ അംഗങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ദൈവസഭയിലെ അവയവങ്ങളായിരിക്കുന്ന അംഗങ്ങളായിരിക്കുന്ന വ്യക്തികളെ കർത്താവ് അവൻ്റെ സ്വന്തം ശരീരം പോലെയാണ് കാണുന്നത്. ദിസ് ഈസ് മൈ ബോഡി, യു ഈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് അതിനകത്ത്. കർത്താവാകുന്ന എന്താ പറയുക, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംശികളും അവകാശികളും അതിലെ അംശങ്ങളുമാണ് നമ്മൾ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ് സ്തെഫാനോസ് എന്നാണ് കർത്താവ് പറയുന്നത്. നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ഒരാൾക്ക് വേണ്ടി അവനെ ഉപദ്രവിക്കുന്നവനെതിരെ ഇങ്ങനെ കർത്താവ് ഇറങ്ങും. ഇപ്പം നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, വേട്ടയാടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ.
ദൈവം ഇറങ്ങി ആ വ്യക്തിയുടെ കണ്ണടച്ച് പൊട്ടിച്ച്